കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. 12% നിരക്കിൽ സാധാരണ പലിശ നൽകുന്ന ഒരു ബാങ്കിൽ ഒരാൾ 4800 രൂപ നിക്ഷേപിക്കുന്നു. 8 മാസത്തിന് ശേഷം അയാൾക്ക് എത്ര പലിശ ലഭിക്കും? അപ്പോൾ സാധാരണ പലിശയുടെ ചോദ്യമാണ്. സാധാരണ പലിശ കാണുന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇക്വേഷൻ എൻ്റെ കുട്ടികൾക്കറിയാം. PNR/100 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ശതമാനത്തിൻ്റെ 100 ആണ് ആടിയിൽ വരുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് പി എന്ന് പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. എത്ര രൂപയാണ് നിക്ഷേപിക്കുന്നത് എന്നുള്ളതാണ്. അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 4800. 6 പലിശ നിരക്കാണ്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയർ ആണ്, എത്ര വർഷം എന്നതാ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ ടൈം പീരീഡ് തന്നിരിക്കുന്നത് 8 മാസം എന്ന. മാസം കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. N വർഷത്തിലായിരിക്കണം. അപ്പോൾ എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കുക, ഈ തന്നിരിക്കുന്ന മാസത്തിനെ വർഷമാക്കാതെ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ല. 12 മാസങ്ങൾ ചേരുന്നതാണ് ഒരു വർഷമെന്ന് നമുക്കറിയാം. അപ്പോൾ 8 മാസം എത്ര വർഷമാണ് എന്ന് കാണാൻ അതിനെ 12 കൊണ്ടങ്ങ് ഹരിച്ചാൽ മതി. ക്ലിയറായോ? അപ്പം 8 മാസം എത്ര വർഷം എന്നറിയാൻ അതിനെ 12 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ അത് വർഷത്തിലായി മാറി. ക്ലിയറായോ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഇനി സാധാരണ പലിശ ഇക്വേഷനിലോട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. PNR/100. പി എത്രയാ? 4800. അപ്പോൾ N എത്രയാ? 8/12 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12%. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? ഇനി ക്യാൻസലേഷൻ അല്ലേ ഉള്ളൂ. ഈ 12 ക്യാൻസൽ ചെയ്യാം. 2 0 വെട്ടിപ്പോയി. ബാക്കി എന്താ വരുന്നത്? ഒരു 48 ഉണ്ട്, 8 ഉണ്ട്. 48 ഗുണം 8, 8 ഗുണം 8 64, ശിഷ്ടം 6. 8 ഗുണം 4 32, 6 38. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന പലിശ എത്ര എന്ന് ചോദിച്ചാൽ 384 രൂപയാണ്. ക്ലിയറായോ? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.